ഞാൻ ഈ ഇലക്ഷൻ റിസൾട്ടിലോട്ട് വലിയ താല്പര്യം കാണിക്കാത്ത ആളാണ്. കാര്യം എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ ഇലക്ഷനൊക്കെ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്നോ എനിക്ക് ഒരു ലോജിക്കും പിടികിട്ടുന്നില്ല. ഈ ഇലക്ഷൻ ഫലങ്ങളെ ഓരോരുത്തർ പറയുന്നില്ലേ അത് സംഭവിക്കും ഇത് സംഭവിക്കും. ഞാൻ പറയുന്നത് കറക്കി കുത്താണ്. അതിൻ്റെ പിന്നിൽ ഒരു സയൻസും ഇല്ല. അതിനോട് ഇന്ത്യയെ പോലെ രാജ്യത്ത് അതിന് പറ്റുകയില്ല. എനിക്കതിനറിയില്ല കാര്യം. അപ്പോൾ ഇലക്ഷൻ ഞാൻ അധികം പ്രാധാന്യം കൽപ്പിക്കും. ഞാൻ പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ സഹോദരനെ, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം സഹോദരനെയോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരിയെയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അതിൽ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ടു എന്നാണ്. ഞാൻ ഇൻക്രീസിംഗ്ലി കേരളത്തിൽ കാണുന്ന ആൾ തയ്യാറെടുക്കുന്നു എന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞുടനെ മുമ്പൊന്നും ചിരിച്ച് കാണിക്കും, അവർ തിരിഞ്ഞുടനെ അവരൊരു 10 ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും എന്താ പറയുക, ഏറ്റവും വാക്കത് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ ഇൻഡക്റ്റഡ്, അതായത് നമുക്ക് ബാധ്യതയുള്ള ഒരു സമൂഹം തന്നെ മുസ്ലിം സമൂഹമാണ്. കാര്യം അവർ മാത്രമാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കി എല്ലാവരും ഓസ്ട്രേലിയയിൽ ന്യൂസിലും അവരുടെ പിള്ളേരെ പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. കേരളത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പം ഒരു സമൂഹത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളതെന്ന് അവർ ഫുൾ കോൺഫിഡൻസ് കാണിക്കുകയാണ്. പക്ഷേ നമ്മളവർ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നുണ്ടോ? അതുപോലെ അവർക്ക് തിരിച്ചടിയായിട്ട് വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പലപ്പോഴും നടക്കുമ്പോൾ അവിടെ ഒരുപാട് ഹോട്ടലുകൾ, അപ്പോൾ പല ഹോട്ടലുകളിലും മുസ്ലിമുകളുടെ പേരുകളാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ നോക്ക് എല്ലായിടത്തും ഇവർ, ഞാൻ പറഞ്ഞാൽ നമ്മൾ ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത്. ആരെങ്കിലും നമ്മളിപ്പോൾ ഇത്രയും നാൾ പരാതിപ്പെട്ട എന്താണ്, ആരും ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ആരും പൈസ ഇറക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും ചെയ്യണം, ആഹ്ലാദിക്കുക, അവരെ നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ അതിന് പേര് നമ്മൾ എല്ലാവരും പിടിച്ചടക്കി. ഇത് എന്ത് മര്യാദയാണ്, എന്ത് ന്യായമാണെന്നുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല. ഞാനിനി പുറത്തുനിന്ന് വന്നുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ? ഞാൻ 3 മാസമായുള്ളൂ ഇവിടെ താമസം വേണ്ടിയിട്ട്. ഇതിനകത്ത് തന്നെ എന്നെ 2 ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വാട്സപ്പ് ഗ്രൂപ്പിൽ, എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ, എൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ പുറത്താക്കി. അപ്പോൾ ഇത് വളരെ, പക്ഷേ എനിക്കൊരു ആശ്വാസമുള്ള, എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇവരുടെ ഒരു പ്രൊഫൈൽ ഞാനിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് മനസ്സിലാകുന്ന ഒരു 55 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവർ ഈ ഇടതുപക്ഷവും കോൺഗ്രസും നൽകുന്ന പെൻഷനൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് മൃഷ്ടാന്നം ഭക്ഷിച്ച് മക്കളെ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ അയച്ച് അവരുടെ പൈസയും കൂടെ അവിടെ പോയി വെക്കേഷനും ഒക്കെ ചെയ്ത് വളരെ സുഖമായി ജീവിക്കുന്നവരാണ്. ഇതിനകത്ത് രാവിലെ എണീറ്റ് അവരാണ് തുടങ്ങുന്നത്. താഴേക്കിടയിലോട്ട് ഇതങ്ങനെ പോയിട്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എല്ലാവരും പറയുന്നു പോയിട്ടുണ്ട്, എനിക്ക് തീർച്ചയായില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ റിസൾട്ട് ഇങ്ങനെ അല്ലല്ലോ വരേണ്ട ഇലക്ഷൻ. ഒരു സീറ്റ് പോയി എന്നുള്ളത് സത്യമാണ്, ദുഃഖകരമാണ്. എന്നാലും പക്ഷേ ഇത് പ്രശ്നമാണിത് കേരളത്തിലത്. അപ്പോൾ ഇതിൽ താങ്കൾ ചോദിച്ചത് എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ പ്രതീക്ഷ ഉള്ളത് അത് ഈ ഉത്തർപ്രദേശ് ഞാൻ വെറുതെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് അടുത്ത ഇലക്ഷൻ അത് പ്രതിഫലിക്കണം എന്നില്ല. കാര്യം ഇത് അവിടെ സംഭവിച്ചത്, ഞാൻ അറിഞ്ഞിടത്തോളം അവിടെ സംഭവിച്ചത് എന്താ പറയുന്നത്, DPA എന്ന് പറഞ്ഞാൽ PDA എന്ന് പറഞ്ഞാൽ പിച്ച്ഡ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്സ്, ദളിത്, അല്പസംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ. വളരെ വർഷങ്ങൾക്ക് പണ്ട് ഇവർ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു 60കളിൽ. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചത്. എന്നാൽ മുസഫറിനെ ലഹളയ്ക്ക് ശേഷം ഇവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുകയും ആദ്യമായിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ഇവരെല്ലാം ഒന്നിച്ചു. അത് ഒന്നിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഇവർ മാറ്റുമോ, 400 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റുമോ എന്നുള്ള ഭയമാണ്. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സോ സമാജ്വാദി പ്രവചിച്ചു. കോൺഗ്രസ് സമാജ്വാദിയും അവരുടെ ക്രെഡിറ്റ് അവർ എടുത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവർക്കതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഭയം തന്നെയാണ് ഒരു പ്രധാന കാരണം. അത് അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പണിമുടക്കിൽ ഇത്രയും പേര് പങ്കെടുത്തു എന്നുള്ള എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയെന്നല്ല. ശരിയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാര്യം അതിൽ കൂടുതൽ ആളുകളും, കാരണം ഓരോ മനുഷ്യനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോലും ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ഇത്തവണത്തെ ഈ പണിമുടക്ക് നടക്കുന്നത്. മറ്റെല്ലാ പണിമുടക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു പണിമുടക്ക്. കാര്യം വളരെയധികം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉന്നയിച്ച്. എന്നിട്ട് പോലും നമ്മുടെ ടെലിവിഷൻ ചാനലിലെ ഓരോരുത്തന്മാർ കാണിച്ചു കണ്ടില്ലേ, ഏതെങ്കിലും ഒരു ബാംഗ്ലൂർ പോയി ഏതെങ്കിലും ഒരു ട്രാഫിക് ജാം എടുത്തിട്ട് ഇന്ത്യ മുഴുവൻ ഓടുകയാണ്. കേരളത്തിലും ബംഗാളിലും കേരളത്തിൽ മാത്രമേ ഇതൊക്കെ നടക്കുന്നുള്ളൂ. ഇതൊരു ഇൻഡസ്ട്രിയൽ സ്ട്രൈക്കാണെന്നോ, അതെങ്ങനെ ആളുകൾ ഇവിടെ ഏതൊക്കെ ഫാക്ടറി അടച്ചിട്ടെന്നോ, ഏതൊക്കെ സംഭവങ്ങളുടെ പുറത്താണെന്നോ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ട്രാഫിക് ജാം അത് ഇവിടെ നിന്നായിരുന്നു ബാംഗ്ലൂർ ആരെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഈ ചില ചാനലുകൾ. എന്നിട്ട് കാണിക്കും അവിടെ എല്ലാം നോർമലാണ്. അവിടെ നോർമലാണെങ്കിൽ അത് ലജ്ജാകരമല്ലേ, നോർമൽ ആകാൻ പാടില്ല. ഇങ്ങനെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇത്തവണത്തെ പണിമുടക്ക് ഉന്നയിച്ചത്. അപ്പം ഞാൻ വീണ്ടും പറയുന്ന, നമ്മൾ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസിനൊന്നും ആവശ്യമില്ല. ഇടതുപക്ഷം പണ്ട് 60-ലും 70-ലും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യുന്നുണ്ടോ എനിക്ക് തീർച്ചയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് ഞാൻ 80-കളിൽ അവിടെ സ്കൂളിൽ പഠിച്ച ആളാണ്. 89 കോളേജിൽ. വൈകുന്നേരം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാപ്പനംകോട്ടോ നേമം ആ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ വൈകുന്നേരം കരമന കഴിഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളിൽ അത്ര വലിയ ട്രാഫിക് ജാം ഉണ്ടാവും. ട്രാഫിക് ജാം കാര്യം എന്താണ്, സൈഡിൽ കവലയിൽ ഏതെങ്കിലും മിക്കവാറും രാഷ്ട്രീയ മീറ്റിങ്ങുകളായിരിക്കും. ഇപ്പോഴും പോകുമ്പോൾ ട്രാഫിക് ജാമുണ്ട്. എന്താണ് കാരണം? എല്ലായിടത്തും ഭജനയാണ്. ഈ വിളക്കൊക്കെ കേട്ട് എന്തോ കേട്ടിട്ടില്ലാത്ത പേരുകൾ. ഇവിടെ നിന്നൊക്കെയാണ് ഈ ക്ഷേത്രങ്ങൾ വന്നതെന്ന് ഞാൻ കൊച്ചിലൊന്നും കണ്ടിട്ടില്ല.
അപ്പോൾ ഈ രാഷ്ട്രീയ മീറ്റിങ്ങുകൾക്ക് അവർ ഇവിടെയൊക്കെ നടക്കുന്ന പൂജകളും ഭജനകളും അത് ഞാൻ തെറ്റാണെന്നോ അവരെ അവമാനിക്കുകയല്ല, അവരെല്ലാം ചെയ്തു പോട്ടെ. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളും വേണ്ടി നടക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇതിനകത്താണ് ഇപ്പം പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം. അത് ആ ഭാഷ പലപ്പോഴും ശരിയല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വളരെ ദേഷ്യവും പരിഹാസവും, അപ്പോൾ ദൈവങ്ങളെ പരിഹസിക്കുക, ദൈവങ്ങളെ നമ്മൾ പരിഹസിക്കേണ്ട, ആരെങ്കിലും ബഹുമാനിക്കണ ബഹുമാനം, നമുക്കിപ്പോൾ കുഴപ്പമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ പറയേണ്ട രാഷ്ട്രീയം അവിടെ നേരത്തെ പറഞ്ഞു. ശംഭുകനെ അതെങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും ചോദിക്കണം. അതിന് പകരം ശ്രീരാമനെ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്. അതാണ് ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി അതാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യുക, അതിൽ കുറേ കയ്യടി നേടുക, രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. അപ്പം വളരെ ഒരു മെച്ചുറായിട്ട് സൊസൈറ്റി ആയിട്ടില്ല നമ്മളെന്നാണ് എൻ്റെ ഒരു, ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ പുതിയൊരു കുറച്ച് കഴിയുമ്പോൾ വരും, അങ്ങനെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ ശരിയാവും എന്ന് തോന്നുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ നടക്കുന്ന സംഭവമാണ്. പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ വീട്ടിൽ നമ്മൾ ചെയ്യാനുള്ള കുട്ടികളെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് അത് വേറെ ആർക്കും പറ്റില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട്. നമ്മുടെ കുട്ടികളെ വേണ്ട രീതി സ്കൂളിൽ പഠിപ്പിച്ചെങ്കിലും വീട്ടിൽ പഠിപ്പിക്കുക എന്നുള്ള ഒരു വായിപ്പിക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റും. നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല. പക്ഷേ ഈ അതിഭാവുകത്തോടെ പഴയ മുദ്രാവാക്യങ്ങളിലും മറ്റതിലൊന്നും നമ്മൾ ആശ വച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമുക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റണം. അത് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ജനസമൂഹത്തിന് എന്താണ് നമ്മളൊരു രാജ്യത്തിന് നയിക്കുന്ന ഹോപ്പ് എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ നൽകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അത് ആ പ്രതീക്ഷ വിദേശത്താണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, അവർ പോകട്ടെ, അതിന് കുഴപ്പമെന്താ. അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട, അവർക്ക് അതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക. കാനഡയിൽ പോയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി അവരെ നമ്മൾ എക്യുപ്പ് വേണ്ടിയാണ് ചെയ്യേണ്ടത്. അതിന് പകരം അവരെ ചീത്ത വിളിക്കുക, അവനിട്ട് പോകുന്നു എന്ന് പറയുക, അതിൻ്റെ കാര്യമില്ല. അവർ പോകട്ടെ, അവർ ലോകം കണ്ട് പഠിക്കട്ടെ കാര്യങ്ങൾ.